ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗായ്സ്. ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമാണ് ഗായ്സ് ഞാൻ വരുന്നത്. കാരണം ഞങ്ങൾക്ക് എന്തായിരുന്നു? അല്ല, ഇന്റേണൽ എക്സാം ആയിരുന്നു. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഗായ്സ്. സോ ഞങ്ങൾ ഇനി മുതൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ തുരുതുരെ കാണും. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? എൻ്റെ വീഡിയോസ് ഇറങ്ങാത്തപ്പം എത്ര പേരോട് ചോദിക്കുന്ന അറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അമ്മ സത്യമായിട്ട് എൻ്റെ ഇന്നലെ ചേട്ടൻ വിളിച്ചിട്ട് അച്ഛൻ വിളിച്ചായിരുന്നു, കാണുന്നില്ലല്ലോ. എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുക്കാം ദില്ലു എന്ന് പറഞ്ഞ ചേട്ടൻ പുല്ലൂരിലെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. യെസ് ഗായ്സ് നിങ്ങൾ എല്ലാവരും എന്നെ മിസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ വീഡിയോ സ്ക്രിപ്റ്റിന് വേണ്ടി പോയേക്കുവാണ്. സോ അപ്പം ഞാൻ അവരുടെ കൂടെ വന്നിരിക്കുകയാണ്. നാച്ചുറൽ സയൻസ് എൻ്റെ പിള്ളേർ നാച്ചുറൽ സയൻസ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ നമുക്ക് അവരുടെ കൂടെ വന്നിരിക്കുകയാണ്. സോ ഇനി മുതൽ വളരെ എക്സൈറ്റിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്, അടിച്ച് പൊളിക്കുന്നുണ്ട്. സോ നമ്മളിപ്പം കോഴിക്കോട് അശ്വതിയുടെ വീട്ടിലാണ്. അപ്പോൾ അവർക്ക് നാച്ചുറൽ സയൻസിൻ്റെ വീഡിയോ സ്ക്രിപ്റ്റാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം കുറച്ച് നേരമേ ഉള്ളൂ. സോ വാച്ച് മൈ ന്യൂ ഫൺ വ്ലോഗ്. വീഡിയോ സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര വിറ്റാ ഗൈസ്. ഞങ്ങളുടെ ഓൾറെഡി കഴിഞ്ഞു. ഇവരെ മതി ലാസ്റ്റ് ഇങ്ങനെ വരുന്ന കാണിക്ക്. ഹായ് പറയടാ. ശുണ്ടമോള് ഹായ് പറ. ഞാൻ ഇത് അടിച്ചത് കയറ്റും. എൻ്റെ സോറി. ഇതാണ് നിങ്ങൾ കാണുന്നത് ഐശ്വര്യ നിങ്ങൾ എൻ്റെ വ്ളോഗിൽ കണ്ടു കാണത്തില്ലല്ലേ? ഐശ്വര്യ സഴോക്കി അഖിലയും ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗിൽ. നീ രക്ഷപ്പെട്ടെന്നോ ഈ പുൽച്ചാടിയുടെ ഞാൻ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കണോ? വേണ്ടല്ലോ, ആക്കണം. അതിങ്ങനെ ചിറകാക്കും. നിന്റെ ക്യാരക്ടർ എന്തുവാ? പുൽച്ചാടി. അഖില ബാലേന്ദ്രന്റെ ക്യാരക്ടർ എന്തോ ഇതിനകത്ത്? മൈക്രോഗ്രാൻസ്. എന്താ ഷൈട്ടോ പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. നീ എന്തുവാ പാമ്പ്? ദൂരൂരൂരു തവള. ഇതാണ് തവള കുഞ്ഞു. എന്തിനാ ഞാൻ പിടിക്കാൻ വരുമ്പോ നീ ചാടി പോകുന്നേ? നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? രാത്രി നിനക്ക് വച്ചിട്ടുണ്ട്. നിന്നെ ഫ്രൈ ആക്കും, നോക്കിക്കോ. നമ്മുടെ തവള തമ്പി. വേഗതയെ പറ്റി നിനക്കറിയില്ല. ആരാ നീ? ഇവള് കഴുതപ്പുലി. അത് വാഴയാമത്തായിട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീയോ? ഇവള് കീരിക്കുഞ്ഞ്. ഇനിയിപ്പോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിയുടെ ശബ്ദം ഇടും. നിനക്ക് കീരിയുടെ ശബ്ദം അറിയാമോ? പിന്നെ ഗായ്സ് ഞങ്ങൾ ക്ഷീണിച്ചു ഗായ്സ്. ഇവളുമാരുടെ ഓരോ സുണ കണ്ട് ഞങ്ങൾ ക്ഷീണിച്ചു ഗായ്സ്. സോ ഞങ്ങളിപ്പോൾ ബിരിയാണി കഴിക്കാൻ പോകുന്നു. അവളുമാർ മാത്രം. ഞാൻ നോമ്പാണ്, പ്രാർത്ഥനയായാലും ധ്യാനത്തെല്ലാം. ഇല്ല, ഞാൻ കഴിക്കും. വേറെ റൈസ് കഴിക്കും, സാലഡ് കഴിക്കും. എന്നിട്ട് അതിന് പോലെ ഞാൻ എന്തെങ്കിലും കറി വാങ്ങും. ഗോബ് മഞ്ചൂരി, റൈസ് മാത്രം മതി. എല്ലാവരുടെയും റൈസ് മതി എനിക്ക്. മോളെ നീയൊക്കെ മൊത്തം കഴിക്കുമോ? ഞാൻ അടിച്ച് ഞാൻ പറ്റിക്കും. നിങ്ങളുടെയൊക്കെ ബിരിയാണി റൈസ് മതി എനിക്ക്. ഞാൻ എന്തെങ്കിലും കറി ഓർഡർ ചെയ്തോളാം. യെസ് ഗായ്സ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അമ്മ വീട്ടിൽ വന്നേക്കുക. അമ്മ വീട്ടിൽ. സോ ഇതെവിടെ? പുളിക്കോട്. മസ്റ്റൈ ഒന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ ഒന്നുമില്ല ഗൈസ്. നീ എന്ത് കഴിച്ചേ? ബിരിയാണി കഴിച്ച് ഞാൻ ഊണ് കഴിച്ച് ഊണ്. നോമ്പാനും പ്രാർത്ഥനയായാലും
ഈച്ചയുടെ ഫ്രൈ ചെയ്തു. ഗൈസ് മീൻ കാണിച്ചു കൊടുക്കാടി. ഈ അത് ഈച്ച തന്നെയാണോ? ഉണ്ടായിരുന്നു ഒരു ഈച്ച ചത്തത്തിലുണ്ട്. ഗൈസ് അമ്മ വീട്ടിലെ ഫുഡിൽ ഈച്ച ഇവിടെ. അത് മാറ്റി കൊണ്ടുവന്നതാണ്. ഇനി അത് ഈച്ചട്ട് കളഞ്ഞു. എല്ലാവരും ബിരിയാണി അയച്ച് ക്ഷീണിച്ച് കിടക്കണം ഗൈസ്. ഇതെൻ്റെ അല്ല ഗൈസ്, ഐശ്വര്യയുടെയാണ്. പക്ഷെ ഇത് വളരെ കാര്യത്തിൽ ഓർഡർ ചെയ്ത സാധനമാണ്. പക്ഷെ ചോറിൻ്റെ എപ്പോഴാണ് കൊണ്ടു തന്നത്. നല്ല സൂപ്പർ. ഇതിനെക്കുറിച്ച് എന്താണ് നിരോധിക്ക് രണ്ടു പേർക്ക് പറയാനുള്ളത്? മികച്ച ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സഡോ അശ്വതിക്ക് 4 വർത്തനം പറയണമെങ്കിൽ നമുക്ക് ലീവില്ല വിടാം. അമ്മ വീടിനെ പറ്റി അതിശയിപ്പിച്ച അശ്വതി. Apati kut kut kut, apati ye.